ഹലോ ഗൈസ്, അങ്ങനെ മലയാളം സിനിമ ഫുൾ സ്വിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം. അടുത്ത സൂപ്പർ സിനിമ വന്നിരിക്കുകയാണ്, സൂക്ഷ്മദർശിനി. നസ്രിയ നസീമും ബേസിൽ ജോസഫും അഭിനയിക്കുന്ന, MC ജിതിൻ സംവിധാനം ചെയ്ത വെൽ റിട്ടൺ വെൽ മെയ്ഡ് ത്രില്ലർ. എന്താ പറയുക, ഒരു കോമഡി സിനിമ കാണാമെന്ന് വിചാരിച്ച് നമ്മൾ തിയേറ്ററിലേക്ക് ചെല്ലുന്നു. നമ്മളെ കംപ്ലീറ്റ്ലി മൈൻഡ് ബ്ലോൺ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു വെൽ റിട്ടൺ ഫിലിം. എന്താ പറയുക, എന്തു പറഞ്ഞാലും സ്പോയിലറായി പോകുന്ന ഒരു തരത്തിലുള്ള ഒരു കഥ ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഞാൻ പറയുകയാണ്, ദിസ് ഈസ് എ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. എസ്പെഷ്യലി പെർഫോമൻസസ്, ആ ആംബിയൻസ് സെറ്റ് ചെയ്തിരിക്കുന്ന, അതായത് ആ ഒരു പ്രമിസും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ വളരെ രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നസ്രിയ നസീമിൻ്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. ഇത്രയും ഗ്യാപ്പ് എടുത്ത് വന്നിട്ടും വെറുതെ ആയില്ല എന്ന് നമ്മളെ കൊണ്ട് പറയിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഗംഭീര പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ബേസിൽ ആസ് യൂഷ്വൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് ചിരി വരുമെങ്കിലും ആ ക്യാരക്ടർ എന്തുകൊണ്ട് ബേസിലിന് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആദ്യം മുതൽ തുടങ്ങി ഒന്ന് സെറ്റായി വന്നു കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക, സിനിമ ശരിക്കും ആളുകളെ കൺഫ്യൂസ് ചെയ്യാനും ആളുകളെ എന്താ പറയുക, ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് അവർ പിടിച്ചിരിക്കുന്നത്. മ്യൂസിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ക്രിസ്റ്റോ സേവിയറാണ് നമ്മുടെ ബ്രഹ്മയോഗമൊക്കെ ചെയ്ത, ഗംഭീരമായിട്ടുണ്ട്. ഒരു മിസ്റ്ററി മ്യൂസിക്. ഇപ്പം നമ്മൾ ഈ ഒരു എന്താ പറയുക, ഹാരി പോട്ടറിൻ്റെ ഒക്കെ സിനിമ കാണുമ്പോൾ നമുക്ക് കേൾക്കുന്ന ഒരു തരം മ്യൂസിക് ഇല്ലേ, അതുപോലെയൊക്കെ ഇട്ട് ഒരു മിസ്റ്ററി ലെവലിലാണ് ഈ സംഗതി പിടിച്ചിരിക്കുന്നത്. ഞാൻ കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നത് സിനിമയെ പറ്റി. ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് മസ്റ്റ് വാച്ച്. നിങ്ങൾക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും. ഫാമിലി ആയിട്ടും പോവാം, ഫ്രണ്ട്സായിട്ടും പോവാം, എങ്ങനെ പോയാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ത്രിൽ ഫിലിമാണ് ഇത്. എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും കിടിലും സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കിഷ്കിന്ധകാണ്ഡം, അത് കഴിഞ്ഞ് ഇതായിപ്പം എന്താ പറയുക, സൂക്ഷ്മദർശിനി. സന്തോഷമുണ്ട് കണ്ടുകൊണ്ടിരിക്കാനും, സിനിമയ്ക്ക് തിയേറ്ററിന് പോകാനും നമുക്കൊരു ഫീലിംഗ് വരുമല്ലോ. എന്തായാലും വളരെ നല്ല ഒരു ഇമ്പാക്റ്റ് ഉള്ളൊരു സിനിമയായിരുന്നു. ലവ്ഡ് ഇറ്റ്, റിയലി ലവ്ഡ് ഇറ്റ്. എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്യുക. യെസ്, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, സിനിമ കണ്ടവർ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.